ചങ്ങതി പറയുക, നമ്മുടെ ജീവിതത്തിൽ നാം ചുമക്കുന്ന ഏറ്റവും വലിയ ചുമടിൻ്റെ പേരെന്താണ്? തലച്ചുമട്, ശിരോഭാരം, ഞാനെന്ന ഭാവത്തിൻ്റെ കൊടുംഭാരം. അതിനെ വെല്ലുന്ന മറ്റെന്തെങ്കിലും ഭാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? എനിക്കറിഞ്ഞുകൂടാ. അഹങ്കാരം കൊണ്ട് ജീവിതം മൊത്തത്തിൽ നശിപ്പിച്ചു പോകുന്ന പ്രവണത നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അഹങ്കാരം മാറ്റാൻ ഇടക്കെങ്കിലും ചിന്തിക്കുന്നത് വളരെ നല്ലതല്ലേ? വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിഞ്ഞുകൂടാ. കാരണം അത്രയ്ക്ക് അറിവ് എനിക്കില്ല. എൻ്റെ ചെറിയ അനുഭവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അഹങ്കാരം മാറ്റാൻ 4 ലളിതമാർഗങ്ങൾ. 1, ലേൺ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്നും പഠിക്കുക. 2, ലേൺ ഫ്രം ദ സിക്ക്. 3, ലേൺ ഫ്രം ദ ചിൽഡ്രൻ. 4, ലേൺ ഫ്രം ദ എനിമീസ്. 1, ലേൺ ഫ്രം ദ ഡെഡ്. നമ്മളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ആത്മീയ വിദ്യാലയത്തിൻ്റെ പേരാണ് സിമിത്തേരി. ഫ്രാൻസിസ് അസീസി ഈ സിമിത്തേരിയിലേക്ക് കടുത്ത അഹന്ത വരുന്ന നേരത്ത് പ്രവേശിക്കുമായിരുന്നത്രേ. അദ്ദേഹം അവിടെ ചെന്നിട്ട് ആശ്രമത്തിൽ മരിച്ച ഒരു സന്യാസിയുടെ തലയോട്ടി വെക്കും. എന്നിട്ട് അദ്ദേഹം ഉച്ചത്തിൽ ഒരു പ്രസംഗം, തീർത്ത് ഹ്രസ്വമായൊരു പ്രസംഗം നടത്തുമായിരുന്നത്രേ. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ ഉള്ളു ഫ്രാൻസിസ്കോ. കുമാരനാശൻ കവിത എഴുതിയിട്ടുണ്ടോ? കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടിൽ ആർക്കും ഇതുതാൻ ഗതി അവന് വാഴ്വ് കിനാവ് കഷ്ടം അധിക തുങ്ക പദത്തിൽ എത്രയോ രാജ്ഞി കണക്കേ ശോഭിച്ചിരുന്നു നീ. അതായത് പൂവ് രാജ്ഞിയെപ്പോലെ നിന്നിരുന്നാണ്. പെട്ടെന്ന് ഒരു കാറ്റേറ്റ് കരിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞു. ഇനി മണ്ണോട് മണ്ണായി ചേരും. നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസിസ്കൻ സന്യാസിയന്മാർ യവോറയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബോൺ ചാപ്പലിനെ കുറിച്ച്. ഈ ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണ്? 6000-ലധികം മൃതദേഹങ്ങളിലെ തലയോട്ടിയും അസ്ഥികളും കൊണ്ടാണ് ആ ചാപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, യാത്രക്കാരെ ഒരു നിമിഷം നിൽക്കുക, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തെക്കുറിച്ച് ധ്യാനിക്കലാണ്. മരണത്തെക്കുറിച്ച് നീ ധ്യാനിക്കുകയാണെങ്കിൽ നിൻ്റെ ഇനിയുള്ള യാത്ര കുറച്ചുകൂടി അർത്ഥപൂർണ്ണമായിട്ട് മാറും. മരണത്തെ ഇടയ്ക്ക് ധ്യാന വിഷയമാക്കി മാറ്റേണ്ടത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഈ മുഗൾ രാജകഥയിലേക്കൊന്ന് വരിക. എത്ര പ്രതാപമാണ്! ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയത് അവരുടെ കാലഘട്ടത്തിലാണ്. പക്ഷെ അവർക്ക് എന്താ പറ്റിയത്? ബാബർ ഒരു സ്റ്റെയർ കേസിൽ നിന്നും ഒരടി തെറ്റി വീണ് മരിച്ചുപോയ ആളാണ്. ഇനി അക്ബറിൻ്റെ പേഴ്സണൽ ബയോഗ്രാഫേഴ്സ് എഴുതുന്നത് അദ്ദേഹം അതിസാരം വന്ന് മരിച്ചുപോയെന്നാണ്. യുദ്ധം ചെയ്യുന്നതിനിടയിൽ പടവെട്ടിയിട്ട് മരിച്ചുപോയതല്ല, അതിസാരം വന്ന് മഹാനായ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞത്രേ, അനേകം കൊട്ടാരം വൈദ്യന്മാരുടെ ഉദാര സഹായത്തോടു കൂടി ഞാൻ പരലോകത്തേക്ക് പോകുന്നു. ഇനി ഷാജഹാൻ്റെ കാലത്താണ് ഇന്ത്യ ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ ഹോൾ വേൾഡ് ആയി മാറിയിട്ടുള്ളത്. അദ്ദേഹത്തെ മകൻ സിംഹാസനത്തിൽ പറിച്ചെറിഞ്ഞ് കളയുകയായിരുന്നു. അദ്ദേഹം നിർമ്മിച്ച താജ്മഹൽ പോലും നേർക്കാഴ്ചയായിട്ട് കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൾ ജഹന്നാരെ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, മുസാഫിർ ജിന്ദഗിയേക്ക് പൂല് ഹേച്ചാൽ കേ ജാവോ. യാത്രക്കാരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതം ഒരു പാലമാണ്. ഇപ്പോഴും പഴയ ഡൽഹിയിലേക്ക് നിങ്ങൾ പോവുക, അവിടെ ഈ മുഗൾ രാജവംശത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുള്ള ഒരു പഴയ പാലമുണ്ട്. ആ പാലത്തിനൊത്ത നടക്ക് ഈ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, മുസാഫിർ ജിന്ദഗിയേക്ക് പൂല് ഹേച്ചാൽ കേ ജാവോ. ഇത് വലിയ ഓർമ്മപ്പെടുത്തലാണ്. അഹന്ത വല്ലാതെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് സിമിത്തേരിയിലേക്കൊക്കെ പോകുന്നത് നല്ലതാണ്. സിമിത്തേരി നമ്മെ വല്ലാതെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. സുഭാഷിതങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് രാജാവ് നാളെ ജഡം. സത്യമല്ലേ? നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സംബടി ആയിരുന്നിരിക്കാം ജീവിതത്തിൽ, എവരിബഡി ആയിരുന്നിരിക്കാം ജീവിതത്തിൽ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താണ്? നിങ്ങൾ നോ ബഡിയാണ്, വെറും ബോഡിയാണ്. നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ ചോദിക്കും, ബോഡി എത്തിയോ? ബോഡി എപ്പോഴാണ് അടക്കുന്നത്? മൊത്തം ബോഡി മാത്രമാണ്, ഒരു ബിഗ് സീറോ ആയ ബോഡി മാത്രമാണ് നമ്മളെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നമ്മളെ കുറച്ചുകൂടി വെട്ടമുള്ള മനുഷ്യരാക്കി മാറ്റും. രണ്ടാമതായിട്ട്, ലേൺ ഫ്രം ദ സിക്ക്.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കഴിവിനെക്കുറിച്ചൊക്കെ വല്ലാത്തൊരു ചിന്ത നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കിടെ മനുഷ്യരുടെ രോഗാവസ്ഥകൾ കണ്ണു തുറന്ന് കാണാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ചെല്ലുക. അതിസമ്പന്നനായൊരു മനുഷ്യൻ മരണം കാത്ത് കിടക്കുകയാണ് ICUവിൽ. ഞാൻ ആ ആശുപത്രിയിലെ ചാപ്ലിനായിരുന്നു. ഇദ്ദേഹം പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. ഇദ്ദേഹം എന്നോട് ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടു, കുഡ് യു പ്രേ ദറ്റ് ഐ മൈറ്റ് ബി ഗിവൻ 2 more days ടു ലിവ്. 2 ദിവസത്തേക്ക് ജീവിതം ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക. എല്ലാവരും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് കാണണം. പക്ഷേ ദൈവം ഒരു മനുഷ്യൻ്റെ മൗഢ്യം ഓർത്ത് ചിരിച്ചിട്ടുണ്ടാകും. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്? ഭാര്യ ഇയാളോടൊപ്പം ഓടാൻ പറ്റാത്തത് കൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. വിവാഹമോചനം നേടി മക്കളോടൊപ്പം അമേരിക്കയിലാണ്. ഇപ്പോൾ മനിലയിൽ കഴിയുന്ന ഇയാളെ തേടി അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് അവസാനമായിട്ട് സോറി പറയണം. ഗതാഗത കുരുക്കിൻ്റെ സ്ഥലമാണ് മനില. അവരെത്തിച്ചേർന്നു, പക്ഷേ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അയാൾ മരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെത്തിച്ചേരുകയും ചെയ്തു. ഇയാൾ പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. എന്നിട്ട് അയാൾ പല പ്രാവശ്യം പറഞ്ഞൊരു വാചകമുണ്ട്, ഐ വാസ് ടു ബിസി നൗ ഐ ആം ടു ലേറ്റ്. ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അയാൾ മരിച്ചു. വീണ്ടും മറ്റൊരു അതിസമ്പന്നൻ, ആദ്യം പറഞ്ഞ സംഭവത്തിലെ വ്യക്തിയെക്കാളും സമ്പന്നനായൊരു മനുഷ്യൻ കൊറോണ കാലത്ത് മരിക്കുന്നതിൻ്റെ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യന് എല്ലാമുണ്ട്. ആ ആശുപത്രി തന്നെ മൊത്തത്തിൽ വിലക്കെടുക്കാൻ സാധിക്കും. അത് അങ്ങനെയുള്ള മനുഷ്യൻ ഒരൊറ്റ കാര്യമേ പാലിച്ചിട്ട്, കുഡ് യു ഗീവ് സം മോർ ഓക്സിജൻ, ഒരല്പം ഓക്സിജൻ തരുമോ? കിട്ടിയില്ല. ഓക്സിജൻ അദ്ദേഹത്തിന് അവൈലബിൾ ആയിരുന്നില്ല. അദ്ദേഹം പടഞ്ഞു മരിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റിലും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊക്കെ രോഗാവസ്ഥയിലുള്ള മനുഷ്യരൊന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. അഹന്തയൊക്കെ മാറിപ്പോവും. ഇന്നലെ രാജ്ഞിയെപ്പോലെ ഇരുന്ന ആൾ, രാജാവിനെ പോലെ ഇരുന്ന ആൾ ഇന്ന് വാടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്നലത്തെ പുലി ഇപ്പോൾ എലി പോലും അല്ലാതായി മാറിയിട്ടുണ്ട്. ഈ കാഴ്ച സമ്മാനിക്കുന്ന ആശുപത്രി സത്യത്തിലൊരു ധ്യാന സെൻറ്റർ കൂടിയാണ്. നിങ്ങളുടെ രോഗക്കിടക്ക ഒരു ധ്യാനക്കിടക്ക കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട്, ലേൺ ഫ്രം ദ ചിൽഡ്രൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുണ്ടാക്കിയിരിക്കുന്ന കടുത്ത അഹന്തയുടെ ഈ ചീട്ട് കൊട്ടാരമൊക്കെ വെറുതെ ഊതി നിലംപരിച്ചാക്കുന്നവരുടെ പേരാണ് കുട്ടികൾ. ഒരച്ഛനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീർഘമായ വിരസ പ്രഭാഷണമാണ്. എല്ലാവരും ഉറങ്ങുന്നുണ്ട്. തൊട്ടു മുന്നിലിരുന്നൊരു ജെൻറ്റിൽമാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ആ ആളുടെ തൊട്ടടുത്തിരുന്ന കുട്ടിയോട് പറഞ്ഞു, വെയ്ക്ക് ഹിം അപ്പ്. അയാൾ ഉണർത്തു. കൊച്ചു വളരെ കൂളായിട്ട് എഴുന്നേറ്റിട്ടുണ്ടോ, യു ഓൺലി പുട്ട് ഹിം ടു സ്ലീപ്പ്, യു ഓൺലി വെയ്ക്ക് ഹിം അപ്പ്. നിങ്ങളല്ലേ ഉറക്കിക്കളഞ്ഞത് അയാളെ, നിങ്ങൾ തന്നെ എഴുന്നേൽപ്പിക്കുക. കൊച്ച് നമ്മളുടെ സകല കപടതയുടെയും പുറം മൂടികളൊക്കെ പിച്ച് ചീന്തി എറിഞ്ഞിട്ട് ഒരു തരം നഗ്ന വൈരൂപ്യത്തിൽ നമ്മെ നിർത്തിക്കളയും. അങ്ങനെ നേരെ നിൽക്കുമ്പോൾ പ്രകാശമുള്ളിൽ വന്ന് നമ്മൾ കുറച്ചുകൂടി ജ്ഞാനികളായി മാറേണ്ടതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാം അറിയാമെന്ന് വീമ്പിളക്കുന്ന നമ്മളേക്ക് എത്ര പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾ തോപ്പിച്ച് കളയുക. ഒരു കുഞ്ഞ് വെറുതെ സന്തോഷത്തോടു കൂടി ഒരു ചെറു ചൂണ്ടയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മഹാജ്ഞാനിയായിട്ടുള്ളൊരു മനുഷ്യനോട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ കുറച്ചുകൂടി നല്ല ചൂണ്ട മേടിക്കാൻ പഠിക്കണം. നല്ല ശാസ്ത്രീയമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ചൂണ്ടകളൊക്കെ ഉണ്ട്, അത് നീ വാങ്ങിക്കണം. എന്നിട്ട് നീ അത് വെച്ച് മീൻ പിടിക്കണം. ഇഷ്ടം പോലെ മീൻ കിട്ടും. എന്നിട്ട് ഒരുപാട് മീൻ കിട്ടിക്കഴിയുമ്പോൾ നീ അത് വിൽക്കണം. എന്നിട്ട് നീ ഒരുപാട് പണം ഉണ്ടാക്കുമ്പോൾ നീ കുറച്ചുകൂടി വലകളും കുറച്ചുകൂടി ബോട്ടുകളൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് നീ ഭയങ്കര സമ്പന്നനായി മാറുമല്ലോ. അപ്പോൾ ഇത്രയും സമ്പത്തിലൊക്കെ സന്തോഷിച്ച് ഇതുപോലെ ഇടയ്ക്ക് നീ ഈ പുഴയടുത്ത് വന്ന് ഒരു വിനോദത്തിന് വേണ്ടി ചൂണ്ടിട്ടിരിക്കാം. അപ്പോൾ കൊച്ചൻ എഴുതിയിട്ടുണ്ടോ, പൊട്ടാ, ഞാനിപ്പോൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നൊരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സകല അഹങ്കാരത്തിൻ്റെ ഭാരങ്ങളും ഊർന്നു വീണു പോവും. കുട്ടികളുണ്ടാകുന്നത് നല്ലതാണ്. അടുത്തതായിട്ട്, ലേൺ ഫ്രം ദ എനിമീസ്. നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യം പോലെ നിങ്ങൾക്ക് എനിമീസും ഉണ്ടാകും. അതൊരു സത്യമാണ്. പക്ഷെ ഓർത്തേക്കുക, എനിമീസ് ദൈവത്തിൻ്റെ വരദാനമാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ മിത്രങ്ങൾ എല്ലാവരും അടുത്തിരുന്നിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത നിങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ശത്രുക്കൾ പറഞ്ഞു തരും.
അത് എക്സാജറേറ്റഡ് വേർഷനായിരിക്കും. നിങ്ങളുടെ സകല കുറവുകളും നിങ്ങളുടെ സകല പോരായ്മകളും നിങ്ങൾ അകത്ത് മൂടി വച്ചിരിക്കുന്ന സകല ഇരുൾക്കീറുകളും എല്ലാം അവർ പുറത്ത് കാണിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാം. എക്സാജറേഷൻ മാറ്റിക്കളഞ്ഞാലും നമുക്ക് സത്യം കുറെ മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് എനിമീസിനെ ഒന്ന് ശ്രമിക്കുക, അഹങ്കാരം താനെ കുറയും. അവർ നമ്മളെക്കുറിച്ച് വാതോരാതെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയറിങ് ആയി മാറും, കുറച്ചും കൂടി കെയർഫുള്ളായി മാറും ജീവിതത്തിൽ, കുറച്ചും കൂടി കറേജിയസ് ആയിട്ട് മാറും, കുറച്ചുകൂടി ജീവിതത്തിൻ്റെ യഥാർത്ഥ ഹ്യൂമിലിറ്റി നമ്മളെ വന്ന് പൊതിയുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെറിയ 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 കാര്യങ്ങളാണ്. എന്നെ ഒന്ന് സ്നേഹത്തോടെ കേൾക്കുക. എന്തിനാ വെറുതെ ഞാനെന്ന ഭാവത്തിൻ്റെ വൻ ഭാരവും ചുമന്നുകൊണ്ട് നടക്കണം? ചെറിയ ജീവിതമല്ലേ, ചെറിയ ജീവിതത്തിലെ ചെറിയ യാത്രയല്ലേ. അവൾ ഭാരങ്ങളൊക്കെ കുറയ്ക്കുക. ലെസ് ലഗേജ് ആൻഡ് മോർ കംഫർട്ട് എന്ന് തീവണ്ടിയിൽ മാത്രമല്ല, ഹൃദയത്തിലും ആരും എഴുതിയിട്ടുണ്ട്. നല്ല യാത്ര നേരുന്നു.